ഇത് ഇന്നലെ മുതൽ നമ്മൾ വാർത്തകളിൽ കാണുന്നതും അദ്ദേഹം പ്രസ്താവിക്കുന്നതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്. സ്കൂൾ മെയിലിലോട്ട് അധികാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നോട്ടീസ് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ മെയിൽ ഓപ്പൺ ആയിട്ട് ഇട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മളൊന്നും റിസീവ് ചെയ്തിട്ടില്ല. ഇന്നലെ കോൾ ചെയ്തു. എവിടെ നിന്നാണോ കോൾ വന്നത് അവിടേക്ക് തന്നെ ഞാൻ 2-3 പ്രാവശ്യം കോൾ ചെയ്യുകയുണ്ടായി. ഒരു റിപ്ലൈയും വന്നില്ല. ഹലോ, കേൾക്കുന്നില്ല. രാവിലെ ഞാൻ DD ഓഫീസിൽ നിന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്കൂൾ മെയിൽ ഐഡിയിലോട്ട്, ഒഫീഷ്യൽ സ്കൂൾ മെയിൽ ഐഡിയിലോട്ട് മെയിൽ വിട്ടിട്ടുണ്ട്. അതിന് ഉടനെ തന്നെ റിപ്ലൈ തരണം. അപ്പം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെയും റിസീവ് ചെയ്തിട്ടില്ല. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത്, AEO ആണ് നമ്മുടെ ഇവിടെ വന്ന് അതിനുള്ള കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരന്റിനെയും എല്ലാവരെയും ഇതിന് അധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട്, അവിടുന്ന് DD ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ്. എല്ലാരും വിളിച്ചു. 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ, മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് respective rules and regulation, the same institution, St. Rita's Public School. Surely we will follow that. ഇതിൽ പറയുന്ന ഒരു കാര്യം, വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് കുട്ടിക്ക് വേണ്ട മൗലികാവകാശം നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണോ സംഭവിച്ചിരിക്കുന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ വി വോണ്ട് ഡിനൈ. ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. സ്റ്റിൽ നൗ ഷീ ഈസ് അവർ സ്റ്റുഡന്റ്. ഇപ്പോഴും അഡ്മിഷൻ രജിസ്റ്ററിൽ ഷീ ഈസ് presently she is our student. നിലവില് ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് നമുക്കിവിടെ പഠിക്കുന്നുണ്ട്. അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഹിജാബ് ധരിക്കാൻ കുട്ടിക്ക് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ? എന്താണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്? നിലവിലെ തീരുമാനം, മതേതരത്വ രാജ്യമാണ്, ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ്, എല്ലാവരും ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ട് തന്നെ പഠിച്ചല്ലേ? കുട്ടിയുടെ ആവശ്യമില്ല, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ലേ അത്? ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുള്ള സത്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾക്ക് എന്താണ് നിങ്ങൾ വില കൽപ്പിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ പുതിയ CBSE അഫിലിയേഷൻ പോളിസി പ്രകാരം NOCയുടെ ആവശ്യമില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ NOCയുടെ ആവശ്യമില്ല CBSE അഫിലിയേഷന്. അത് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് ദെൻ റിഗാർഡിംഗ് ദ NOC കട്ട് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഭീഷണിപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിൽ നിന്നുണ്ടായി സ്കൂൾ മാനേജ്മെന്റിനോട്. NOC സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇഷ്ടമുള്ളപ്പോൾ കട്ട് ചെയ്യാനുള്ളതല്ല. ഒരു ലീഗൽ അല്ലാത്ത ഒരു കാര്യം വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ വാട്ട് ഈസ് ദ ലോ പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി എന്നുള്ളത് ശ്രദ്ധിക്കണം. അതിനകത്ത് ഒരു NOC കട്ട് ചെയ്യാനുള്ള ഗ്രൗണ്ട്സിന്റെ വയലേഷൻ ഇവിടെ നടന്നിട്ടുണ്ടോ? NOC കട്ട് ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് എന്തൊക്കെയാണ്? പ്രിവെയിലിംഗ് ലോസിന്റെ സ്റ്റേറ്റ് ലോസിന്റെ വയലേഷൻ ഉണ്ടായാൽ, അതുപോലെ തന്നെ പിന്നെ റൂൾസിന്റെ വയലേഷൻ ഉണ്ടായാൽ, മിസ്മാനേജ്മെന്റ് ഉണ്ടായാൽ, ഈ 3 കാറ്റഗറിയിലും NOC കട്ട് ചെയ്യേണ്ട വിധത്തിലുള്ള യാതൊരു വിഷയവും ഈ സ്കൂളിൽ നടന്നിട്ടില്ല. സോ ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഹാസ് ടു സ്റ്റെപ്പ് ബാക്ക് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഹി ഹാസ് മെയ്ഡ്. Yeah.